നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റോണി പോൾ മാവേലി, പ്രവീൺസ് ഞാറ്റുവെട്ടി, മുനിസിപ്പൽ കൗൺസിലർ മാഗി വിൻസെന്റ് എന്നിവർ ആശംസകൾ നേർന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK പോൾ സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ് നന്ദിയും പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് ആശുപത്രി ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ ബൈക്ക് റാലി, OP ടിക്കറ്റിനൊപ്പം പച്ചക്കറി വിത്ത് വിതരണം എന്നിവ നടന്നു. ഉപയോഗശൂന്യമായ ആംബുലൻസ്, പുസ്തക വണ്ടി എന്ന പേരിൽ സജ്ജമാക്കിയത് ശ്രദ്ധേയമായി. ജീവനക്കാരും അതിന് നേതൃത്വം തീരുമാനിച്ചത് ലഹരിയിൽ നിന്ന് ആളുകളെ വേർപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ മറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിനാണ് ഇത് രണ്ട് കാര്യം ഡോക്ടറോട് കാണിക്കുന്നത്. ഒന്ന്, ഒരു ലൈബ്രറി ഇവിടെ സജ്ജീകരിച്ചു, പഴയ ഒരു ആംബുലൻസ് കണ്ടം ചെയ്ത് വേണമെങ്കിൽ അത് ആക്രികളിലേക്ക് വിൽക്കാനായിട്ട് നിയമങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാമായിരുന്നു. അതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പരിശോധിച്ച് അത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. മനോഹരമായി ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലൈബ്രറിയുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇവിടെ വായനാ സെൻ്ററുകൾ 4 പ്രദേശത്തായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ പറഞ്ഞു. ആളുകൾക്ക്, രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വളരെ സൗകര്യപ്രദമായി അവരുടെ ഇടവേളകളിൽ അല്ലെങ്കിൽ അവർക്ക് ഒഴിവ് വരുന്ന സമയങ്ങളിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള അവസരം ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. SI അനു ജോസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റോണി പോൾ മാവേലി, TK പോൾ, പ്രവീൺസ് ഞാറ്റുവെട്ടി എന്നിവർ പങ്കെടുത്തു. DYSP M സന്തോഷ് കുമാർ സ്വാഗതവും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MK മുരളി നന്ദിയും പറഞ്ഞു. നമുക്കെല്ലാവർക്കും ദിനാചരണം. വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും പൊതുജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് വേണം നമുക്ക് ഈ മയക്കുമരുന്നിനെ അമർച്ച ചെയ്യാൻ. എല്ലാവരുടെയും സഹകരണത്തിൽ ആവശ്യമാണ്. നമുക്ക് ഈ മയക്കുമരുന്ന് ഇവിടെ നിന്ന് പരിപൂർണമായിട്ട് മുൻവരണം ചെയ്യണം. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കണം. ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. അതുപോലെ നമുക്ക് ഇതിനെതിരായി എല്ലാവരും കൂടി ചേർന്ന് ആഞ്ഞടിക്കണം. നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ മയക്കുമരുന്ന് ഈ തലമുറ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയെ നശിപ്പിക്കാൻ, വരും തലമുറയ്ക്ക് ഭംഗിയായി ഇവിടെ ജീവിക്കാൻ, എല്ലാവരെയും ഇതിന് മോചിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഉത്ഭവ സ്ഥാനങ്ങൾ നമുക്ക് കണ്ടെത്തണം, വിതരണക്കാരെ കണ്ടെത്തണം, ഉപയോഗിക്കുന്ന ആളുകൾ കണ്ടെത്തണം. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, സഹകരിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ മനുഷ്യ വിഭവശേഷിയെ, മനുഷ്യ സമ്പത്തിനെ തകർക്കുന്ന, ഇല്ലാതാക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇരിങ്ങാലക്കുടയിലെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ഇതിൽ അണിചേരണം. എല്ലാവരും ഈ പോരാട്ടത്തിൽ അംബാസഡർമാരായിട്ട് വരണം. ഓരോ ഇരിങ്ങാലക്കുടക്കാരനും പറയണം, ഞാൻ അനുവദിക്കില്ല എന്റെ നാട്ടിൽ ഈ മയക്കുമരുന്ന് അതിന്റെ വ്യാപനം ഞാൻ അനുവദിക്കില്ല. മയക്കുമരുന്ന് മുതലായ ലഹരി പദാർത്ഥങ്ങൾ
ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉത്പാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ ലഹരി ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ ചിതയൊരുക്കി വിഷസർപ്പ ചിന്ത വിരിഞ്ഞിറങ്ങി ചത്തമിഴികളിൽ കൂട്ടിനെത്തി കാലത്തിൽ കരിന്തേളുകൾ പ്രതിയോഗിയായി നിന്നു കാട്ടാന നീതിയിൽ തീർപ്പു നൽകി തൊട്ടിൽ കാറ്റായ കയ്യറുത്തു താറു പിളർത്തി തല തകർത്തു പ്രാണന്റെ പാതിയിൽ ചോര തുടർച്ചയിൽ ഉന്മാദനൃത്തം ചവിട്ടിയാടി. പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 51ാം വാർഷിക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ച പോൾ കോക്കാട്ട്, KP ദിവാകരൻ, PD പോൾ എന്നിവരെ CPIM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ ആദരിച്ചു. തുടർന്ന് അടിയന്തരാവസ്ഥയും വർത്തമാനകാലവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ അഡ്വക്കേറ്റ് NV വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KP ജോർജ് മോഡറേറ്ററായിരുന്നു. ഖാദർ പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, പോൾ കോക്കാട്ട്, KP ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ K രാജേന്ദ്രൻ സ്വാഗതവും AN രാജൻ നന്ദിയും പറഞ്ഞു. ഇങ്ങനെ ഒരു ഫാസ്റ്റത്തെ കുറിച്ച് ഒരു പിന്നെ നമ്മളിപ്പോ ചോദിക്കുമ്പോ പല ആളുകള് ഈ എന്താ പറയാ ഒരു ആനയെ കണ്ട ആളുകളെ പോലെ ആണ്. ഞങ്ങൾക്ക് വാലാണ്, മുറമാണ്, പിന്നെ വാലിനെ ചൂലിനെ പോലെയാണ്, പിന്നെ മുറം പോലെയാണ്, തൂട് പോലെയാണ്. ഇങ്ങനെ ആനയെ കണ്ട ആളുകളെ പോലെയാണ് ഇതിനെ പോലെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി ഇതിന്റെ പ്രയോക്താവായിരുന്ന മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫാസം എന്നുള്ളത്. ഫാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ പ്രയോക്താവായിരുന്ന, ഇതിന്റെ ഉപജ്ഞാതാവായിരുന്ന മനുഷ്യൻ പറഞ്ഞത് ഇറ്റ് ഈസ് ദ മെർജിംഗ് ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ വിത്ത് ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ മെർജിംഗ് ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ വിത്ത് ദ സ്റ്റേറ്റ്. അതായത് ധനമൂലധനത്തെ ഭരണകൂടവുമായി സമ്പൂർണമായി ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ന് ഇതിന്റെ പ്രയോക്താവായിരുന്ന, ഇതിന്റെ ഉപജ്ഞാതാവായിരുന്ന മനുഷ്യൻ ഈ ലോകത്തിനോട് പണ്ടേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് ധനമൂലധനവുമായി ലയിച്ചു ചേരുന്ന ഭരണകൂടമാണ് ഫാസിസം. നമ്മളിപ്പോ കാണുമ്പോൾ നമുക്ക് പറയുവാനുള്ള വാക്കുകളിൽ നമ്മൾ എപ്പോഴും പ്രയോഗിക്കുക ജയിലുണ്ട്, മർദ്ദനമുറകളുണ്ട്, പിന്നെ തീരാത്ത നീതി നിഷേധമുണ്ട്, ജനാധിപത്യത്തിന്റെ ധ്വംസനുണ്ട്. ഇങ്ങനെ പല പ്രകാരങ്ങളായി നമ്മൾ ഫാസിസത്തെ നിർവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി 2-3 ചെറിയ വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദ മെർജിംഗ് ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ വിത്ത് ദ സ്റ്റേറ്റ്. ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ അനുഭവങ്ങളെ കുറിച്ച് ദീർഘമായി കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് അനുഭവിച്ച മനുഷ്യരോട് ഞാൻ വന്ന അനുഭവത്തെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു പിന്നെ
BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം സൗത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് MA വിനോദ് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് PS അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ആശംസകൾ നേർന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി റിമ പ്രകാശൻ നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറിമാരായ അജീഷ് പൈക്കാട്ട്, അഖിലാഷ് വിശ്വനാഥൻ, ശ്യാംജി മാടത്തിങ്കൽ, BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PS സുബീഷ്, SC മോർച്ച സംസ്ഥാന സെക്രട്ടറി സജീവ് പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. ഏതാണ്ട് 51 വർഷങ്ങൾക്ക് മുൻപാണ് ഭാരതത്തിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭം നടന്നു. നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിൽ നിന്ന് ഭാരതത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഭാരതത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് 1947 വരെയുള്ള കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ ദേശസ്നേഹത്തിന്റെ തീച്ചൂളയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ജീവത്യാഗം ചെയ്തു. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള അത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രവർത്തനങ്ങളുടെയും ജീവത്യാഗത്തിന്റെയും ഫലമായിട്ടാണ് 1947 ഓഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പറയപ്പെടാവുന്ന നമ്മുടെ 1947 വരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പിന്തുടർച്ചയായിരുന്നു ഒരർത്ഥത്തിൽ 1975 മുതൽ 77 വരെയുള്ള 21 മാസക്കാലം ഭാരതത്തിലുടനീളം നടന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ഗോളടി ക്യാമ്പ് പരിപാടി സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അജോ ജോൺ, കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊഗലത്ത് എന്നിവർ പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് റീജ ജോസ് സ്വാഗതവും ഫസ്റ്റ് അസിസ്റ്റന്റ് ലിറ്റി നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളിൽ കായിക മനോഭാവവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. ഞാൻ അതുകൊണ്ട് സമയമെടുക്കുന്നില്ല, നിങ്ങളുടെ നിശബ്ദമായിട്ടിരിക്കാനും ഞാൻ പറയുന്നില്ല. ഏതാണ്ട് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സ്റ്റേഡിയത്തിൽ ഞാൻ വന്നു നിൽക്കുന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ആവേശത്തോടു കൂടി കാണികൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. എല്ലാവർക്കും ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട്
ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംരംഭകത്വ ശില്പശാല പ്രിൻസിപ്പൽ MK മുരളി ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക PF സുജ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ NV വിനുകുമാർ, NSS വളണ്ടിയർ ലീഡർ TS അഞ്ചിൽ എന്നിവർ പ്രസംഗിച്ചു. എന്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ്. പഠിക്കൽ മാത്രമല്ല, പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും തൊഴിൽ മേഖല കൂടി നൈപുണ്യം നേടണം എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ്, അല്ലെങ്കിൽ അതിനോട് ഒത്തുപോകുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂളിലെ NSSഉം കോമേഴ്സിലെ എന്റർപ്രണർഷിപ്പുകളും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 9 മണി മുതൽ 4:30 വരെ ഇങ്ങനെ ക്ലാസ്സിലെ തിയറികൾ കേട്ട് നമ്മൾ ആകെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഇതിൽ കോമേഴ്സ് കുട്ടികളുണ്ടായിരിക്കും, ഭാവിയിൽ എങ്ങനെ ഒരു സംരംഭകത്വം തുടങ്ങണം എന്ന് മനസ്സിലാക്കുന്നതിനും അതെങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളതും ഈ ശില്പശാലയിലൂടെ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ തുടർന്നുള്ള സെമിനാറുകളിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്ന് എല്ലാ വീടുകളിലുള്ള അമ്മമാരും അല്ലെങ്കിൽ മറ്റുള്ളവരും ചെറിയ രീതിയിലെങ്കിലും സംരംഭകത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, കുട്ടികളും ഏർപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച തേജ എന്ന കുട്ടി സ്വന്തമായി കുട നിർമ്മിച്ച് വിൽപ്പന നടത്തുകയും അവർക്ക് വേണ്ട പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായം ആ കുട്ടി തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ കുട നിർമ്മാണം നടത്തി വിറ്റിരുന്നു. ആ കുടകളൊക്കെ വാങ്ങിയത് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും പറ്റും. കാരണം നമ്മുടെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കുട നിർമ്മാണം, കേക്ക് നിർമ്മിക്കാം, മാല കെട്ടാം, പിന്നെ സോപ്പ്, അങ്ങനെ വാഷിംഗ് പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫണ്ട് ആരെയും ആശ്രയിക്കാതെ തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ശില്പശാലകളിലൂടെ തീരുമാനിക്കുന്നത്. വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കോമ്പൗണ്ട് പെർഫ്യൂമായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 9 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.